വിശ്വാമിത്രന്റെ ശിഷ്യൻ. രഘുവംശപതേ, നീയല്ലാതെ മറ്റാരെന്നോടിത്രയും മമത ചൊരിവോ? ലോകനായക, നീ തന്നെ എൻ രക്ഷകൻ, മനുഷ്യവംശത്തിൽ അത്യുത്കൃഷ്ടൻ നീ. ഇന്ദ്രാദികളെ പ്രസാദിപ്പിക്കാൻ ലങ്ക തന്നെ വിഭീഷണനു നൽകി നീ. മറ്റാർക്കു കഴിയും നിനക്കല്ലാതെ? അയോധ്യ വിട്ടു വിശ്വാമിത്രനൊപ്പം പോന്നു നീ. മാരീജാതികളാലുള്ള രാക്ഷസപീഡ മുടിച്ചു നീ. യജ്ഞാഗ്നി പരിപാലിച്ചു നീ. മറ്റാർക്കു കഴിയും നിനക്കല്ലാതെ? ഒറ്റയമ്പിനാൽ ബാലിയെ വധിച്ചു നീ. സുഗ്രീവനെ കിഷ്കിന്ധയാധിപതിയാക്കി നീ. മറ്റാർക്കു കഴിയും നിനക്കല്ലാതെ? രഘുവംശപതേ, തുണയ്ക്കണേ. പാവമേ ത്യാഗരാജന്റെ കൈമുറുകെ പിടിക്കണേ. ദുരിതസാഗരം താണ്ടാൻ കരുത്തേകണേ. 18-ാം ശതകത്തിലെ തെലുങ്ക് കവിയും സംഗീതജ്ഞനുമായ ത്യാഗരാജന്റെ കൃതികളിൽ നിന്ന്. ലൗകിക യാഥാർത്ഥ്യത്തിനു മുമ്പിൽ രാമന് വിദ്യകൾ പകർന്നു കൊടുക്കുന്നത് 2 മഹർഷിമാരാണ്. ആദ്യം വസിഷ്ഠൻ, പിന്നെ വിശ്വാമിത്രൻ. താപസന്മാരും യോഗികളുമായ അവരിൽ തപശക്തി നിറഞ്ഞു നിൽക്കുന്നു. ബ്രഹ്മചര്യം കൊണ്ടും പലതരത്തിലുള്ള ഇന്ദ്രിയ നിഗ്രഹങ്ങൾ കൊണ്ടും ഉളവാകുന്ന താപോർജമാണ് അത്. തപശക്തി കൊണ്ടാണ് അവർക്ക് മാന്ത്രിക സിദ്ധി ഉളവാകുന്നത്. വസിഷ്ഠൻ ഋഷിയായി ജനിച്ചു. ബ്രഹ്മാവ് തന്നെയാണ് അദ്ദേഹത്തെ സൃഷ്ടിച്ചത്. വേദജ്ഞാനത്തിന്റെ സപ്താചാര്യന്മാരിൽ ഒരാളാണ് അദ്ദേഹം. വിശ്വാമിത്രനാകട്ടെ യോദ്ധാവായി ജനിച്ചു. പിൽക്കാലത്ത് തപസ് അനുഷ്ഠിച്ച് ഋഷിയായി മാറി. വസിഷ്ഠന്റേതിൽ നിന്ന് മൗലിക വ്യത്യാസമുള്ളതാണ് ജീവിതത്തോടുള്ള വിശ്വാമിത്രന്റെ സമീപനം. അത്രമേൽ വ്യത്യസ്തരായ അവരെ പുരാണങ്ങൾ എതിരാളികളായിട്ടാണ് ചിത്രീകരിക്കുന്നത്. വിശ്വാമിത്രന്റെ രംഗപ്രവേശനത്തോടെ രാമന്റെ ബാല്യകാലം അവസാനിക്കുകയായി. പുരുഷൻ എന്ന നിലയിലുള്ള യാത്ര ആരംഭിക്കുകയുമായി. രാമനെ പോലെ തന്നെ ഒരു രാജകുമാരനായിട്ടാണ് കൗശികനായ വിശ്വാമിത്രന്റെയും ജനനം. ആഗ്രഹിച്ചതെന്തും നിറവേറ്റിത്തരുന്ന നന്ദിനി എന്ന മാന്ത്രിക ധേനു വസിഷ്ഠന്റേതാണ്. അതിനെ ബലപ്രയോഗത്തിലൂടെ കൈക്കലാക്കാനും ഒരിക്കൽ വിശ്വാമിത്രൻ ശ്രമിക്കുകയുണ്ടായി. ദേവന്മാരിൽ നിന്ന് ഉപഹാരമായി കിട്ടിയ ആ പശുവിനെ അദ്ദേഹം സ്വന്തം സിദ്ധി കൊണ്ട് പരിപാലിച്ചു പോന്നു. വസിഷ്ഠന്റെ ആത്മീയ ശക്തിക്കു മുമ്പിൽ കൗശികന്റെ ആയുധങ്ങളും സൈന്യവും ഒന്നുമല്ല. ആ ഏറ്റുമുട്ടലിൽ വിനയാന്വിതനായി തീർന്ന കൗശികൻ സ്വയം തപസ്സനുഷ്ഠിച്ച് ഋഷിയായി മാറാൻ തീരുമാനിച്ചു. ഭാര്യയെയും കുട്ടികളെയും രാജ്യത്തെയും പരിത്യജിച്ച് അദ്ദേഹം വനത്തിലേക്ക് പോയി. കൗശികൻ തപസ്സിന്റെ ഫലം ദുരുപയോഗം ചെയ്യുമെന്ന് പേടിച്ച് ദേവരാജനായ ഇന്ദ്രൻ അദ്ദേഹത്തെ വശീകരിക്കുന്നതിനായി ദേവാംഗനയായ മേനകയെ പറഞ്ഞയച്ചു. അക്കാര്യത്തിൽ അവൾ വിജയിച്ചെങ്കിലും കൗശികൻ തപസ്സുപേക്ഷിക്കാൻ കൂട്ടാക്കിയില്ല. സന്യാസ പ്രക്രിയകൾ പുനരാരംഭിച്ച് അദ്ദേഹം ഇന്ദ്രിയ നിഗ്രഹം സാധിച്ച് എല്ലാ പ്രലോഭനങ്ങളെയും മറികടന്ന് മനസ്സിനെ വരുതിയിലാക്കി. അങ്ങനെ അദ്ദേഹം ഒരു ഋഷിയായി തീർന്നു. ലോകത്തിന്റെ സുഹൃത്ത് എന്ന അർത്ഥമുള്ള വിശ്വാമിത്രൻ എന്ന പേര് സ്വീകരിക്കുകയും ചെയ്തു. ആകാശത്തിന്റെ ഈശ്വരനും ദേവന്മാരുടെ രാജാവുമൊക്കെയാണ് ഇന്ദ്രൻ. എന്നാലും എപ്പോഴും അരക്ഷിതാവസ്ഥയിലായിരുന്നു. അദ്ദേഹത്തിന്റെ ആവാസസ്ഥലമായ സ്വർഗത്തിൽ ഹിന്ദുക്കളുടെ പരലോകം, കൽപ്പവൃക്ഷമുണ്ട്, കാമധേനു ഉണ്ട്, ചിന്താമണി എന്ന രത്നമുണ്ട്. എല്ലാ ആഗ്രഹങ്ങളെയും നിറവേറ്റുന്നതും സ്വപ്ന സാക്ഷാത്കാരം നേടിത്തരുന്നതുമാണ് ഈ വൃക്ഷവും പശുവും രത്നവും. അങ്ങനെ ഇന്ദ്രന്റെ സ്വർഗത്തിൽ ഒന്നിന്റെയും കുറവില്ല. അവിടെ ദാരിദ്ര്യമേയില്ല. അനശ്വരതയുടെ അമൃതം പോലും ഇന്ദ്രന്റെ പക്കലുണ്ട്. അങ്ങനെ അവിടെ രോഗങ്ങൾ ഇല്ലാതെയായി, മരണഭയമില്ലാതായി. എങ്കിലും ഇന്ദ്രന് താൻ നേടിയതെല്ലാം നഷ്ടപ്പെടുമോ എന്നൊരു ഉത്കണ്ഠയും ഭയവും എപ്പോഴുമുണ്ട്. ഈ വിധം ഭൗതികമായ നിറവേറൽ കൊണ്ട് മാത്രം നേടാവുന്നതല്ല സംതൃപ്തി എന്ന ഫലശ്രുതിയാണ് രാമായണം അരുളുന്നത്. അതുകൊണ്ടാണ് തന്റെ പുണ്യവതിയായ ധേനുവിനെ കൗശികന് കൊടുക്കാൻ വസിഷ്ഠൻ സമ്മതിക്കാതിരിക്കുന്നത്. ഏതായാലും കാമധേനുവിനെ കൈവശപ്പെടുത്താനുള്ള ആഗ്രഹത്തെ മറികടക്കുന്നതിന് തന്റെ ജ്ഞാനം കൊണ്ട് മനുഷ്യനെ സഹായിക്കുന്നതിലാണ് വസിഷ്ഠന്റെ താത്പര്യം. എന്നാൽ കൗശികൻ ഇത് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം വിലമതിക്കുന്നത് ഭൗതിക വസ്തുക്കളെയാണ്. കൗശികനിൽ നിന്നും വിശ്വാമിത്രനിലേക്കുള്ള പരിവർത്തനത്തിന്റെ അടിസ്ഥാനം അദ്ദേഹത്തിന്റെ വിശ്വാസമാണ്.
ഭൗതികമായ അസംതൃപ്തിയെ കൈകാര്യം ചെയ്യുന്നതിന് മനുഷ്യവംശത്തെ സഹായിക്കാൻ കഴിയുന്നതാകണം തപസ്സിലൂടെ നേടുന്ന എല്ലാ സിദ്ധികളും. ശ്രീരാമന് അദ്ദേഹം നൽകുന്ന ജ്ഞാനശിക്ഷണത്തിൽ ഈ സമീപന വ്യത്യാസം പ്രകടമാകുന്നുണ്ട്. ദശരഥന്റെ ഗുരു എന്ന നിലയിൽ രാമനെ വിദ്യ അഭ്യസിപ്പിക്കുക എന്നത് വസിഷ്ഠന്റെ കർത്തവ്യമാണ്. ഈ സംവാദത്തോടെയാണ് ആ വിദ്യാഭ്യാസം പൂർത്തിയാവുന്നത്. ആ സംവാദം യോഗവാസിഷ്ഠം എന്നാണ് ഇന്ന് അറിയപ്പെടുന്നത്. യോഗയുടെ നിഗൂഢതകൾ വെളിവാക്കുന്ന ഒരു രേഖയാണത്. അതിൽ ലോകപ്രകൃതി എന്തെന്ന് രാമന് വസിഷ്ഠൻ വിശദീകരിച്ചു കൊടുക്കുന്നുണ്ട്. ലോകവുമായി ഏതു വിധത്തിൽ ബന്ധപ്പെടണമെന്നതിനെക്കുറിച്ചുള്ള ഉപദേശങ്ങളും അതിലുണ്ട്. ലോകത്തോട് കെട്ടുപാടുകളില്ലാതെ നിസ്സംഗമായി ബന്ധപ്പെടാം എന്നതിനെക്കുറിച്ചാണ് ഈ സംവാദം. യോഗവാസിഷ്ഠം. വസിഷ്ഠന്റെ കീഴിലുള്ള ശിക്ഷണം പൂർത്തിയാക്കിയ ശേഷം രാമനും സഹോദരന്മാരും കൂടി ഒരു ദീർഘ തീർത്ഥയാത്ര പോയി. അവർ മടങ്ങി വന്നപ്പോൾ ദശരഥൻ ശ്രദ്ധിച്ചു, രാമന് ലോകകാര്യങ്ങളിൽ ഒരു താത്പര്യവും ഇല്ലാതായിരിക്കുന്നു. ഒന്നും സ്ഥിരമല്ലല്ലോ, പിന്നെ എന്താണ് ജീവിതത്തിന്റെ ഉദ്ദേശ്യം എന്ന് രാമൻ അത്ഭുതപ്പെട്ടു. ദശരഥൻ വസിഷ്ഠനോട് ഇതിനെപ്പറ്റി പറഞ്ഞു. അപ്പോൾ ഗുരു പ്രതിവചിച്ചു, ഇപ്പോൾ യോഗാധ്യയനം നടത്താൻ രാമൻ തയ്യാറായിരിക്കുന്നു. പിന്നെ മനസ്സിനെയും ശരീരത്തെയും കുറിച്ചുള്ള യോഗ സിദ്ധാന്തം വസിഷ്ഠൻ രാമനെ പഠിപ്പിക്കുകയും ചെയ്തു. ലോകത്തെ ഇന്ദ്രിയവേദ്യമാക്കുകയും അതിനോട് പ്രതികരിക്കുകയും ചെയ്യുന്നതാണ് മനസ്സ്. അതിനെ എങ്ങനെയാണ് ശരീരം ആവരണം ചെയ്തിരിക്കുന്നതെന്ന് രാമൻ മനസ്സിലാക്കി. നശ്വരമായ മജ്ജമാംസാദികളാണ് ശരീരം. അതിൻ്റെ സംവേദനങ്ങളെയും പ്രതികരണങ്ങളെയും അനശ്വരമായ ആത്മാവ് എങ്ങനെ സാക്ഷ്യപ്പെടുത്തുന്നുവെന്നും രാമൻ മനസ്സിലാക്കി. പരിവർത്തനമില്ലാത്തതും നിത്യവുമായ ആത്മാവിനെ മനസ്സിലാക്കാനുള്ള ഒരു മാധ്യമം എന്ന നിലയിൽ പ്രവർത്തിക്കുന്നതാണ് നിരന്തര പരിണാമിയായ ലോകം. ഈ ഉദ്ദേശ്യത്തെ അംഗീകരിക്കാനും ആസ്വദിക്കാനും രാമന് സാധിച്ചു. വസിഷ്ഠനു കീഴിലുള്ള രാമന്റെ ശിക്ഷണം പൂർത്തിയായി വരുന്നതേയുള്ളൂ. അപ്പോഴേക്കും ദശരഥ രാജധാനിയിലേക്ക് പാഞ്ഞെത്തിയിരിക്കുന്നു വിശ്വാമിത്രൻ. രാമന്റെ സേവനം ആവശ്യപ്പെട്ടാണ് വന്നിട്ടുള്ളത്. വസിഷ്ഠന്റെ കീഴിലുള്ള രാമന്റെ വിദ്യാഭ്യാസം കൂടുതൽ സൈദ്ധാന്തികവും അപൂർണവുമാണെന്ന് വിശ്വാമിത്രന് തോന്നിയിട്ടുണ്ടാവും. രാമൻ ലോകം കാണണം, പ്രായോഗികാനുഭവം നേടണം. അച്ഛന്റെ കൂടെ രാജധാനിയിലും ഗുരുവിന്റെ ആശ്രമത്തിലുമായി കഴിഞ്ഞുകൂടുന്ന രാമന് ഭൗതിക ലോകത്തിന്റെ പരീക്ഷണ പീഡകൾ നേരിട്ടറിയാൻ കഴിയില്ല. രാമൻ അതൊക്കെ അനുഭവിച്ചറിയേണ്ടതുണ്ട്. അതായത് ദശരഥ രാജധാനിയിലേക്കുള്ള വിശ്വാമിത്രന്റെ വരവ് രാമനെ പ്രായപക്വതയിലെത്തിക്കാനുള്ള തീരുമാനവുമായിട്ടാണ് എന്നർത്ഥം. വിശ്വാമിത്രന്റെ യജ്ഞം. വനത്തിൽ ഒരു യജ്ഞം നടത്താൻ ഉദ്ദേശിക്കുന്നുവെന്നും രാക്ഷസ ശല്യത്തിൽ നിന്നും ഹോമാഗ്നിയെ രക്ഷിക്കാൻ രാജകുമാരനായ രാമൻ കൂടെ വരേണ്ടതുണ്ടെന്നും വിശ്വാമിത്രൻ പറഞ്ഞു. ഇതു കേട്ടപ്പോൾ ദശരഥൻ ആദ്യമൊന്ന് ശങ്കിച്ചു നിന്നു. യജ്ഞസംരക്ഷണത്തിനായി തന്റെ സൈന്യത്തെ മുഴുവൻ അയച്ചു കൊടുക്കാം, എന്നാൽ രാമനെ അയക്കാൻ സാധ്യമല്ല. ഇളം പ്രായമാണ്, രാക്ഷസന്മാരോട് യുദ്ധം ചെയ്യാനൊന്നും അവനാവില്ല, രാജാവ് പറഞ്ഞു. രാമനെ ഒഴികെ മറ്റാരും വേണ്ടെന്ന് വിശ്വാമിത്രൻ തറപ്പിച്ചു പറഞ്ഞു. ഈ സന്ദിഗ്ധ ഘട്ടത്തിൽ വസിഷ്ഠൻ ഇടപെട്ടു. യുവരാജാവെന്ന നിലയിൽ മഹർഷിമാരെ സേവിക്കുക എന്നതും അവരെ സംരക്ഷിക്കുക എന്നതും രാമന്റെ കർത്തവ്യമാണ്. ആകയാൽ രാമൻ വിശ്വാമിത്രന്റെ കൂടെ പോകട്ടെ എന്നാണ് വസിഷ്ഠൻ ഉപദേശിച്ചത്. രാമന് ഒരു ദ്രോഹവും ഏൽക്കേണ്ടി വരികയില്ലെന്ന ഒരു ഉറപ്പ് നൽകാനും വിശ്വാമിത്രൻ തയ്യാറാണ്. വിശ്വാമിത്രനെ പ്രസാദിപ്പിച്ച് അദ്ദേഹത്തിൽ നിന്നും ദിവ്യശസ്ത്രജ്ഞാനത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പകർന്നെടുക്കാനും രാമന് കഴിഞ്ഞേക്കാം. ഒടുവിൽ മനസ്സില്ലാ മനസ്സോടെ രാമനെ മഹർഷിയുടെ കൂടെ പോകാൻ ദശരഥൻ അനുവദിച്ചു. പതിവ് പോലെ ലക്ഷ്മണനും അവരുടെ കൂടെ പോയി. താടക. വിശ്വാമിത്രൻ യാഗം നടത്താൻ ഉദ്ദേശിച്ചിരുന്ന വനപ്രദേശം താടക എന്നൊരു രാക്ഷസിയുടെ താവളമാണ്. സുകേതുവിന്റെ മകളും സുന്ദന്റെ ഭാര്യയുമായ അവൾ ഒരിക്കൽ ഒരു യക്ഷസ്ത്രീയായിരുന്നു. വനത്തിൽ വെച്ചുണ്ടായ ഒരു ഏറ്റുമുട്ടലിൽ അവളുടെ ഭർത്താവിനെ അഗസ്ത്യ മഹർഷി വധിക്കുകയുണ്ടായി. ഇതിനെതിരെ പ്രതികാരം ചെയ്യാൻ അവൾ അഗസ്ത്യനെ ആക്രമിച്ചു. ഒരു രാക്ഷസി കണക്കെയുള്ള അവളുടെ വരവ് കണ്ട് രാക്ഷസിയായി തീരട്ടെ അവൾ എന്ന് മുനി ശപിച്ചു. അന്നു മുതൽക്ക് വനത്തിലെ ഋഷിമാരെയെല്ലാം അവൾ ഭീകരമായി വിറപ്പിച്ചു തുടങ്ങി.
വിശ്വാമിത്രന്റെ യാഗം മുടക്കാൻ അവൾ തീരുമാനിച്ചു കഴിഞ്ഞിരുന്നു. രാമന്റെ മുമ്പിലെത്തിയ താടകയെ വധിക്കാൻ വിശ്വാമിത്രൻ ആജ്ഞാപിച്ചെങ്കിലും രാമൻ ശങ്കിച്ചു നിന്നുപോയി. എന്തൊക്കെയായാലും താടക ഒരു സ്ത്രീയാണല്ലോ. ആണായാലും പെണ്ണായാലും വേണ്ടില്ല, നിഷ്കളങ്കരെ ദ്രോഹിക്കുന്ന ഒരു ജന്തുവിനെ പൊതുജന നന്മയെ കരുതി വധിക്കുക തന്നെ വേണം. വിശ്വാമിത്രൻ വാദിച്ചു. അങ്ങനെ രാമൻ അമ്പെയ്ത് ആ രാക്ഷസിയെ വധിച്ചു. യക്ഷന്മാരെന്നും രാക്ഷസന്മാരെന്നുമുള്ള രണ്ടു വർഗങ്ങളെയാണ് ഈ കഥയിൽ സൂചിപ്പിച്ചിട്ടുള്ളത്. ഗന്ധർവന്മാർ എന്നൊരു വർഗം കൂടിയുണ്ട്. ഇതിഹാസത്തിൽ ഇവയെല്ലാം ആവർത്തിച്ചു പ്രത്യക്ഷപ്പെടാറുണ്ട്. ആത്മീയാന്വേഷണവുമായി വനത്തിൽ അലയുന്ന ഋഷിമാരാണ് അവരെ കണ്ടുമുട്ടാറുള്ളത്. കൂടിക്കാഴ്ച ചിലപ്പോൾ സൗഹാർദ്ദപരവും. ഋഷിമാരെ അവർ ഗുരുവായോ ജാമാതാവായോ സ്വീകരിച്ചെന്നും വരാം. എന്നാൽ പലപ്പോഴും ഈ സമ്പർക്കം ആക്രമണത്തിൽ കലാശിക്കാം. യുദ്ധകോലാഹലങ്ങളും ശാപവർഷവുമൊക്കെ ഇതിന്റെ ഫലമായുണ്ടാവാം. വനത്തിനുള്ളിലെ ഈ മായിക സത്വങ്ങൾ ധർമ്മശാസ്ത്രത്തെ ആധാരമാക്കിയിട്ടുള്ള വൈദിക മാർഗം പിന്തുടരാത്തവരായിരിക്കാനാണ് സാധ്യത. ഏറെക്കുറെ മിത്രഭാവമുള്ള ജനവർഗങ്ങളാണ് യക്ഷന്മാരെന്നും ഗന്ധർവന്മാരെന്നും വിളിക്കപ്പെടുന്ന കൂട്ടക്കാർ. ശത്രുത പുലർത്തുന്നവരാണ് രാക്ഷസന്മാർ. കാലക്രമത്തിൽ ആ പദം പിശാചുക്കളെക്കുറിച്ചുള്ളതായിട്ടുണ്ട്. രാക്ഷസവർഗത്തിൽപ്പെട്ടവളാണെന്ന കാരണത്താൽ തന്നെ രാമൻ താടകയെ വധിക്കേണ്ടതാകുന്നു. എന്നാൽ താടക ഒരു സ്ത്രീയാകുന്നു. ആകയാൽ വസിഷ്ഠ ശിഷ്യനായ രാമൻ സന്ദേഹിയായി തീർന്നു. സ്ത്രീ ശരീരത്തിനുള്ളിലാണ് ജീവന്റെ സൃഷ്ടി. ഒരു സ്ത്രീയെ കൊല്ലുക എന്നതിനർത്ഥം ജീവനെ ഹനിക്കുക എന്നാണ്. വൈദിക ലോകത്തെ ഏറ്റവും നീചമായ കുറ്റമാണിത്. വിശ്വാമിത്രൻ ഈ നിലപാടിനോട് യോജിക്കുന്നില്ല. സ്ത്രീ എന്നും പുരുഷനെന്നുമുള്ള ലിംഗഭേദമല്ല, പെരുമാറ്റ രീതിയാണ് നോക്കാനുള്ളത്. ധർമ്മമാർഗത്തിനെതിരെ ആക്രമണോത്സുകമായ ശത്രുതയാണ് താടകയ്ക്കുള്ളത്. അതുകൊണ്ട് അവൾ കൊല്ലപ്പെടുക തന്നെ വേണം. സ്ത്രീത്വത്തിന്റെ പേരും പറഞ്ഞ് അത് ഒഴിവാക്കാവുന്നതല്ല. ഈ അവസരത്തിൽ രാമൻ അമ്പെയ്ത് അവളുടെ കഥ കഴിച്ചു. സന്തുഷ്ടനായ വിശ്വാമിത്രൻ അസ്ത്രങ്ങളെ മാരക ശസ്ത്രങ്ങളാക്കി മാറ്റാൻ കഴിവുള്ള മന്ത്രങ്ങൾ രാമന് പകർന്നു കൊടുക്കുകയും ചെയ്തു. വിശ്വാമിത്രന്റെ മാന്ത്രിക ആയുധങ്ങൾ. രാമന്റെ അനുസരണ കൊണ്ട് സന്തുഷ്ടനായ വിശ്വാമിത്രൻ ഏറെ അസ്ത്രശസ്ത്രങ്ങൾ കൊടുത്തു. അസ്ത്രമുനകൾക്ക് അഗ്നിയുടെയും മാരിയുടെയും കാറ്റിന്റെയും ഗതിവേഗം ഉളവാക്കാൻ പാകത്തിലുള്ള ശക്തമായ മന്ത്രങ്ങളും രാമനെ പഠിപ്പിച്ചു. ദേവന്മാരോടൊപ്പം നിന്ന് ഏതൊരു പിശാചിനെയും എതിർത്ത് തോൽപ്പിക്കാൻ പറ്റുന്ന മാന്ത്രിക ആയുധങ്ങളാണവ. തന്റെ സൈന്യത്തിനെതിരെ നിലകൊണ്ട് വസിഷ്ഠൻ വിനിയോഗിച്ചിരുന്ന മാന്ത്രിക ശക്തികളെ വിശ്വാമിത്രൻ ഒരു കുറി നേരായ വിധത്തിൽ മനസ്സിലാക്കിയിരുന്നു. അവയുടെ അധിനായകനാവാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. തന്നിൽ നിന്നും ആ ശക്തികൾ നേരെ പകർന്നു കിട്ടുന്ന രാജകുമാരന് ലോകത്തെ സന്തുഷ്ടവും സുരക്ഷിതവുമാക്കുന്നതിന് അവ വിനിയോഗിക്കാൻ കഴിയും. മാരീചനും സുബാഹുവും. വിശ്വാമിത്രന്റെ യജ്ഞം പുരോഗമിച്ചുകൊണ്ടിരുന്നു. അപ്പോഴേക്കും അതിന് വിഘ്നം വരുത്താനായി രാക്ഷസന്മാരുടെ ശ്രമവും ഉണ്ടായി. പാറകൾ ഉരുട്ടിക്കൊണ്ടും എല്ലുകൾ പെറുക്കിയെറിഞ്ഞും അവർ ഹോമാഗ്നിയെ ആക്രമിച്ചുകൊണ്ടിരുന്നു. എന്നാൽ 6 രാത്രികളായും 6 പകലുകളായും ഹോമാഗ്നിക്ക് ചുറ്റും നിരന്തര ജാഗ്രത പുലർത്തിക്കൊണ്ട് കാവൽ നിന്നിരുന്ന രാമനും ലക്ഷ്മണനും ശത്രുക്കളെയെല്ലാം ആട്ടിയോടിക്കുകയോ കൊലപ്പെടുത്തുകയോ ചെയ്തു. അവസാന ദിവസം മാരീചനും സുബാഹുവും നയിച്ചു വന്ന രാക്ഷസ സൈന്യം അഗ്നികുണ്ഡത്തിൽ രക്തം വീഴ്ത്തി അശുദ്ധമാക്കാൻ തുനിഞ്ഞപ്പോൾ രാമൻ 2 അമ്പുകൾ എയ്തു. ഒരസ്ത്രമേറ്റ് മാരീചന് തെക്കൻ ദിക്കിലേക്ക് വിരണ്ടോടേണ്ടി വന്നു. 2ാമത്തെ അസ്ത്രമേറ്റ് സുബാഹു മരിച്ചു വീണു. പിന്നെ രാമനും ലക്ഷ്മണനും കൂടി ശസ്ത്രങ്ങളുടെ പെരുമഴ തന്നെ പെയ്യിച്ചുകൊണ്ട് ശേഷിക്കുന്ന രാക്ഷസന്മാരെയും തുരത്തി. അങ്ങനെ രാമലക്ഷ്മണന്മാരുടെ സംരക്ഷണത്തിൽ വിശ്വാമിത്രന് യാഗം പൂർത്തീകരിക്കാൻ സാധിച്ചു. ഭയവും അരക്ഷിതാവസ്ഥയും ചൂഴ്ന്നു നിൽക്കുന്ന ജന്മസഹജവും സ്വായത്തവുമായ ഒരു ജീവിത വൃത്തിയാണ് രാമായണത്തിൽ പ്രതിപാദിതമായ രാക്ഷസന്മാരുടേത്. അതിന് വിപരീതമായ ഒരു ജീവിത വൃത്തിയാണ് ഋഷികളുടേത്. ലൈംഗികമോ ആക്രമണോത്സുകമോ മറ്റോ ആയ എല്ലാത്തരം ജൈവചോദനകളും ലോക നന്മയ്ക്കുതകും വിധത്തിൽ നിയന്ത്രിതവും ക്രമീകൃതവുമാണ് ഋഷിവൃത്തിയിൽ. അങ്ങനെ രാക്ഷസന്മാരുടെ മേൽ രാമനുണ്ടാവുന്ന വിജയം മനുഷ്യനിലെ
പ്രാകൃത ചോദനകളുടെ പ്രതീകാത്മകമായ കീഴടക്കലിനെയാണ് കുറിക്കുന്നത്. സഹകരണത്തിന്റെയും പാരസ്പര്യത്തിന്റെയും അടിസ്ഥാനത്തിൽ രൂപപ്പെടുന്ന മൂല്യങ്ങൾ കൊണ്ടാണ് ഈ കീഴടക്കൽ സാധിക്കുന്നത്. വിശ്വാമിത്രൻ രാമനെ ധർമ്മപരിപാലനാക്കുകയാണ്. ഋഷിപ്രോക്തമായ ജീവിതചര്യയാണ് ധർമ്മം. നിയമങ്ങളെ അടിസ്ഥാനമാക്കിയാണത്, ഉൾപ്രേരണ അടിസ്ഥാനമാക്കിയല്ല. ആ ജീവിതചര്യയിൽ വംശവർധനയ്ക്ക് വേണ്ടി മാത്രമേ ലൈംഗിക വൃത്തി അനുവദനീയമായിട്ടുള്ളൂ. അതുപോലെ പ്രാണരക്ഷയ്ക്കും അന്നത്തിനും പ്രതിരോധത്തിനും വേണ്ടി മാത്രമേ ആക്രമണവും ഉപയോഗിക്കാവൂ. ഋഷിപ്രോക്തമായ ലോകത്ത് ഭർത്താക്കന്മാരും ഭാര്യമാരും പരസ്പരം വിശ്വസ്തത പുലർത്തേണ്ടതാണ്. എന്നാൽ ചിലപ്പോൾ കാമം മനോനിയന്ത്രണത്തെ മറികടക്കുന്നു. നിയമങ്ങൾ വിസ്മരിക്കപ്പെടുകയും ചെയ്യുന്നു. മാർഗങ്ങൾ അതിലംഘിക്കപ്പെടുന്നു. അഹല്യയ്ക്ക് സംഭവിക്കുന്നത് ഇതാണ്. തൽഫലമായി ഭർത്താവിൽ നിന്ന് ഘോരമായ ശിക്ഷയാണ് അവൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. അഹല്യ. ഗൗതമ മഹർഷി ഒരു ദിവസം ആശ്രമത്തിൽ തിരിച്ചെത്തിയപ്പോൾ തന്റെ ഭാര്യയായ അഹല്യ ദേവേന്ദ്രന്റെ കൈകളിൽ അകപ്പെട്ടു നിൽക്കുന്നതാണ് കണ്ടത്. കോപാക്രാന്തനായ മഹർഷി ഇന്ദ്രനെ ഷണ്ഡനാക്കി മാറ്റി. ശാപം ചൊരിഞ്ഞ് തന്റെ ഭാര്യയെ ഒരു ശിലയാക്കി മാറ്റുകയും ചെയ്തു. വിശ്വാമിത്രന്റെ നിർദ്ദേശപ്രകാരം രാമൻ ആ ശിലയിൽ പാദം ഊന്നിയതോടെ അത് അഹല്യയായി മാറി. കളങ്ക പരിഹാരത്തിലൂടെ പരിശുദ്ധയായ അവൾക്ക് തന്റെ സ്ത്രീരൂപം തിരിച്ചു കിട്ടി. ഇന്ദ്രസ്പർശത്താൽ അഹല്യ കളങ്കിതയായി. ഗൗതമസ്പർശത്താൽ അവൾ ശിക്ഷിക്കപ്പെട്ടു. രാമസ്പർശത്താലോ അവൾ മോചിതയായി. ഇന്ദ്രനെ പോലെ രാമൻ അഹല്യയെ കാമിക്കുന്നില്ല. ഗൗതമനെ പോലെ രാമൻ അഹല്യയെ ശകാരിക്കുന്നില്ല. വിശ്വാമിത്രന്റെ മാർഗനിർദ്ദേശങ്ങൾ ഉൾക്കൊണ്ട രാമൻ അഹല്യയുടെ ധർമ്മഭ്രംശത്തെ ക്ഷമിക്കുന്നു. മാനുഷിക ചാബല്യങ്ങൾക്കുള്ള സാധ്യത രാമൻ അംഗീകരിക്കുന്നത് കൊണ്ടാണ് പൊറുക്കലും ക്ഷമിക്കലും സാധ്യമാവുന്നത്. ഒരുപക്ഷെ വസിഷ്ഠൻ ഇത് അനുവദിച്ചേക്കില്ല. താടക, അഹല്യ എന്നിവരിലൂടെയുള്ള അനുഭവത്തോടെ രാമനിൽ മുതിർച്ച, പ്രായപക്വത ആരംഭിച്ചിരിക്കാമെന്നും വസ്തുതകളുടെ സാന്ദർഭിക സ്വഭാവം ബോധ്യപ്പെട്ടു തുടങ്ങിയിരിക്കാമെന്നുമാണ് വിശ്വാമിത്രൻ വിശ്വസിക്കുന്നത്. ഒരു പ്രത്യേക സാഹചര്യ സംഘാതത്തിൽ മരണത്തിനാണ് ഒരു സ്ത്രീ അർഹയായത്. മറ്റൊരു വിധത്തിലുള്ള സാഹചര്യത്തിൽ വേറൊരു സ്ത്രീക്ക് ലഭിച്ചത് അർഹമായ കാരുണ്യമാണ്. വസ്തുതകളുടെ ഈ വിധമായ ആപേക്ഷിക സ്വഭാവത്തിന്റെ ധാരണയോടെ രാമൻ ഒരു ഗൃഹസ്ഥനാകാൻ തയ്യാറാവുകയാണെന്നാണ് വിശ്വാമിത്രൻ വിശ്വസിക്കുന്നത്. അദ്ദേഹം രാജകുമാരനെയും കൂട്ടി വിദേഹ രാജ്യത്തിന്റെ തലസ്ഥാനമായ മിഥിലയിലേക്ക് പോകാൻ ഒരുങ്ങുകയാണ്. ചാപഭംഗം. തന്റെ പക്കലുള്ള ശൈവചാപം എടുത്തു കുലയ്ക്കുവാൻ മിഥിലാധിപതിയായി ജനകൻ രാമനെ ക്ഷണിച്ചു. മത്സരത്തിൽ വിജയിച്ചാൽ ജനകന്റെ മകളായ സീതയെ രാമന് വിവാഹം ചെയ്തു കൊടുക്കും. ഈ വില്ല് എടുക്കാനും കുലയ്ക്കാനും പലരും മുമ്പേ പരിശ്രമിച്ചിട്ടുണ്ടെന്നും അവരൊക്കെ പരാജയപ്പെട്ടുവെന്നും രാമൻ മനസ്സിലാക്കിയിരുന്നു. ആ ചാപത്തിന് അത്രയേറെ ഭാരമുള്ളതിനാൽ എത്രയോ ദേവന്മാർക്കും രാക്ഷസന്മാർക്കും അത് പൊന്തിക്കുവാൻ പോലും കഴിഞ്ഞിട്ടില്ല. പിന്നെയല്ലേ കുലയ്ക്കുന്ന കാര്യം. ഭാഗ്യം പരീക്ഷിക്കാൻ രാമൻ തീരുമാനിച്ചു. എല്ലാവരെയും ആശ്ചര്യചകിതരാക്കിക്കൊണ്ട് അതാ ഒരു കാഴ്ച. ആ വില്ലെടുത്ത് പൊന്തിക്കാൻ മാത്രമല്ല, അത് വളയ്ക്കാനും രാമന് സാധിച്ചിരിക്കുന്നു. അത്രമേൽ ശക്തിയോടെ വളയ്ക്കുകയാൽ വില്ലിന്റെ തണ്ട് ഒടിഞ്ഞുപോയി. രാജകുമാരന്റെ കരുത്ത് കണ്ട് അഭിനന്ദിച്ച് ജനകൻ സീതയെ രാമന് പാണിഗ്രഹണം ചെയ്തു കൊടുത്തു. സീതയുടെ ഇളയ സഹോദരിയായ ഊർമിള, ജനകന്റെ ഇളയ സഹോദരനായ കുശധ്വജന്റെ പെൺമക്കളായ മാണ്ഡവി, ശ്രുതകീർത്തി എന്നിവരെയും രാമന്റെ ഇളയ സഹോദരന്മാരായ ലക്ഷ്മണൻ, ഭരതൻ, ശത്രുഘ്നൻ എന്നിവർക്ക് യഥാക്രമം വിവാഹം ചെയ്തു കൊടുത്തു. വിവാഹത്തോടെ വിശ്വാമിത്രന്റെ കീഴിലുള്ള രാമന്റെ വിദ്യാഭ്യാസം തീരുകയായി. ഒരു ബാലനായാണ് രാമൻ അയോധ്യ വിട്ടത്. തിരിച്ചു വരുന്നത് പക്വതയുള്ള ഒരു പുരുഷനായിട്ടാണ്. വസിഷ്ഠന്റെ രാമൻ ബുദ്ധിമാനായ ഒരു യോഗിയാണ്. ആത്മജ്ഞാനത്തിലും വേദപുരാണജ്ഞാനത്തിലും പണ്ഡിതനായ രാമനാണത്. യഥാർത്ഥ ലോകത്തിൽ ഭയം കൊണ്ടും കാമഫലേച്ഛ കൊണ്ടും പരസ്പരം പോരടിക്കുകയും ചതിക്കുകയും ചെയ്യുന്നുവെന്ന് വിശ്വാമിത്രന്റെ രാമൻ മനസ്സിലാക്കുന്നു. താൻ പോരിമയും മേൽക്കൈയും കൊണ്ടല്ല ഒരു രാജാവ് അത്തരം അവസ്ഥകളെ നേരിടേണ്ടത്. ആർദ്രതയും കാരുണ്യവും കൊണ്ടാണ് അവയെ നേരിടേണ്ടത് എന്നും ആ രാമൻ മനസ്സിലാക്കുന്നുണ്ട്.
വില്ലെടുക്കാമോ കുലയ്ക്കാമോ എന്ന് ജനകൻ ചോദിച്ചപ്പോൾ ആ വില്ലു തന്നെ ഒടിച്ച രാമനാണ് അയോധ്യയിലേക്ക് മടങ്ങി വന്നിരിക്കുന്നത്. ഏവരും ഈ നേട്ടത്തെ അഭിനന്ദിക്കുന്നുണ്ട്. എന്നാൽ ശൈവചാപഭംഗത്തിന്റെ അപൂർവ മൂല്യം മിക്കപ്പോഴും അവഗണിക്കപ്പെടുന്നു. സമഭാരത്തിന്റെയും സന്തുലിതത്വത്തിന്റെയും പ്രതീകമാണ് ആ വില്ല് എന്ന് സങ്കല്പിക്കാം. അത് ഒടിച്ചപ്പോഴോ ഒരു നിമിഷ നേരത്തേക്കെങ്കിലും തീവ്രാഭിലാഷമോ അതിക്രമമോ രാമന്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടില്ലേ? പരമയോഗീശ്വരനും നിസ്സംഗതയുടെ മൂർത്തിയുമായ പരമശിവന്റേതാണ് വില്ല്. അത് ഒടിക്കുന്നതിലൂടെ രാമൻ വികാരാധിക്യം കാട്ടിയിട്ടില്ലേ? ഒരുപക്ഷെ വിശ്വാമിത്രന്റെ സ്വാധീനമാകാം അതിനു നിദാനം. ഒരുപക്ഷെ ഇതുകൊണ്ടൊക്കെയാകാം രാജാവാകാൻ ഇനിയും രാമൻ സജ്ജീകൃതനായിട്ടില്ല എന്നു വരുന്നത്. മകനെ കിരീടം ചൂടിക്കുവാൻ ദശരഥൻ ഉറ്റുനോക്കുകയാണെങ്കിലും അതിനുതകും വിധത്തിൽ രാമൻ കുറെ കൂടി പാകപ്പെട്ടു വരാനുണ്ടായിരുന്നു. ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം ദശരഥന്റെ മൂത്തപുത്രൻ 14 വർഷം താപസനായി വനവാസം അനുഷ്ഠിക്കണമെന്ന അവസ്ഥ വന്നപ്പോൾ വസിഷ്ഠൻ അതിൽ ഇടപെടാതിരുന്നത്. വനവാസക്കാലം കൊണ്ട് തന്റെ വികാരാധിക്യത്തെ മെരുക്കിയെടുക്കുവാനും ലൗകികതയുടെ പരിമിതികൾ മനസ്സിലാക്കാനും കാമത്തിലുള്ള അവിവേകത്തെ തിരിച്ചറിയാനും അങ്ങനെ ഒരു മഹാരാജാവിന്റെ തയ്യാറെടുപ്പോടെ മടങ്ങി വരാനും രാമന് സാധിക്കാതിരിക്കില്ല.